ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചപ്പാത്തി മാവ് വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു വെറൈറ്റി ഐറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് ഉപ്പും 1 ടീസ്പൂണ് വിനാഗിരിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവെല്ലാം കുഴക്കുന്നത് പോലെ നല്ലോണം കുഴച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ 4 പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോരോ പീസും നമുക്ക് പരത്തിയെടുക്കണം. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി എല്ലാം പരത്തുന്നില്ലേ, അതേപോലെ തന്നെ പരത്താം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ പരത്തിയെടുത്തത്. അപ്പോൾ ഇതേപോലെ തന്നെ 4 എണ്ണം പരത്തിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ വെള്ളം ഇതുപോലെ നല്ലോണം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് 1 മിനിറ്റ് നേരമാണ് നമ്മൾ വേവിക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും ഇതേപോലെ തന്നെ 1 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ 2 സൈഡും നമുക്കിതുപോലെ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കാം. ഒന്നുകിൽ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ മറ്റോ ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഓയിലെല്ലാം നല്ലോണം തേച്ചതിന് ശേഷം നമുക്കിതുപോലെ 2ആയിട്ട് മടക്കി കൊടുക്കണം. എന്നിട്ടിനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് 1 ഇഞ്ച് വീതിയിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നേരിയതോ കട്ടിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തിയ 4 പീസും നമുക്കിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം നമുക്കിതിൽ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലിട്ടിട്ട് ഇതും നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ക്യാരറ്റാണ്. ഒരു വലിയ സൈസിലുള്ള ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നേരം നമുക്കിത് വാട്ടിയെടുക്കണം. ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവരുത്, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി നമുക്കിതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണ് സോയാ സോസും 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസുമാണ്. അപ്പോൾ അതും കൂടി ഇതിൽ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് മിക്സാക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. കാരണം ഇതിൻ്റെ മസാലയൊന്നും ഡ്രൈ ആയി പോകരുത് കേട്ടോ. നമുക്കിതുപോലെ നല്ല ജ്യൂസി ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മക്രോണി അല്ലെങ്കിൽ പാസ്ത എല്ലാം കഴിക്കുന്ന പോലെ തന്നെയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്ക് വെച്ച് കൊടുക്കാനോ വൈകുന്നേരത്തെ ചായക്കടിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായി അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.